നമസ്കാരം, ഞാൻ ശ്രുതി. എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ലോക്കോസിൻ്റെ ആദ്യഘട്ടമായ SHGയുടെ പ്രൊഫൈൽ എല്ലാവരും ചെയ്തു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് SHGയുടെ കട്ട് ഓഫ് ചെയ്യുന്നതെന്ന് പഠിക്കാം. SHGയുടെ കട്ട് ഓഫ് ഡാറ്റ എൻട്രി ചെയ്യുന്നതിനായി ആദ്യം ലോക്കോസ് ആപ്പിൽ ലോഗിൻ ID-യിൽ നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ് ആൻഡ് കോഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. ഹോം പേജിൽ മൈ മീറ്റിംഗ് എന്ന ഹെഡ് സെലക്ട് ചെയ്യുക. അടുത്ത പേജിൽ അയൽക്കൂട്ടങ്ങളുടെ ലിസ്റ്റ് കാണാൻ കഴിയും. അതിന് മുകളിലായി 3 ബോക്സ് കാണാൻ കഴിയും. മിസ്ഡ്, ടുഡേ, അപ്കമിങ്. അതിൽ മിസ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ കട്ട് ഓഫ് ചെയ്യാൻ ഇരിക്കുന്ന SHGയുടെ ലിസ്റ്റാണ്. ടുഡേ എന്നുള്ളതിൽ നമ്മൾ SHG കട്ട് ഓഫ് ചെയ്ത് പകുതിയിൽ നിർത്തി ഇൻകംപ്ലീറ്റായി നിൽക്കുന്ന അയൽക്കൂട്ടങ്ങളുടെ നമ്പേഴ്സാണ് അതിൽ കാണാൻ കഴിയുക. അപ്കമിങ് എന്ന് പറയുന്നതിൽ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞ കംപ്ലീറ്റ്ലി കഴിഞ്ഞ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞ അയൽക്കൂട്ടങ്ങളാണ് അപ്കമിങ്ങിൽ കാണാൻ കഴിയുക. നമ്മൾ കട്ട് ഓഫ് ഡാറ്റ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തേജസ് എന്ന അയൽക്കൂട്ടത്തിലാണ്. അതിനായി നമ്മൾ സ്ക്രീനിൽ ഇപ്പോൾ തേജസ് എന്ന അയൽക്കൂട്ടം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതിന് വലതുവശത്ത് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ടാഗ് കാണാൻ സാധിക്കും. ആ ടാഗിൽ ജനറേറ്റ് മീറ്റിംഗ്, എഡിറ്റ് മീറ്റിംഗ്, വ്യൂ മീറ്റിംഗ്, ഡൗൺലോഡ് മീറ്റിംഗ്, അപ്ലോഡ് മീറ്റിംഗ് എന്നിങ്ങനെയുള്ള സെക്ഷൻസ് കാണാൻ കഴിയും. അതിൽ നമ്മൾ ആദ്യമായി ഇപ്പോൾ ഒരു മീറ്റിംഗ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് ജനറേറ്റ് മീറ്റിംഗ് സെലക്ട് ചെയ്യുക. നമ്മൾ ജനറേറ്റ് മീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് മീറ്റിങ്ങിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുടുംബശ്രീയുടെ പേര് തേജസ് എന്ന നെയിമും നമ്മൾ കട്ട് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ എന്നാണോ ചെയ്യുന്നത് അന്നുള്ള ഡേറ്റും ലോക്കോസ് ID-യുമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് താഴെ നമ്മൾക്ക് ആകെ കൊടുക്കേണ്ടത് 2 ബോക്സാണ്, 2 ഫീൽഡാണ്. ന്യൂ മീറ്റിംഗ് നമ്പർ, മീറ്റിംഗ് ഡേറ്റ് എന്നിവയാണ് ആ ഫീൽഡുകൾ. ഇതിൽ ന്യൂ മീറ്റിംഗ് നമ്പർ കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. അയൽക്കൂട്ടം ആരംഭിച്ച തീയതി മുതൽ അയൽക്കൂട്ടത്തിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് വരെ എത്ര അയൽക്കൂട്ട യോഗം കൂടി അത്രയും യോഗത്തിൻ്റെ എണ്ണമാണ് ഇവിടെ നൽകേണ്ടത്. കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 31/1/2025 വരെയാണ് കട്ട് ഓഫ് ഡേറ്റായി എടുക്കേണ്ടത്. അതുകൊണ്ട് മീറ്റിംഗ് ഡേറ്റ് എല്ലാവരും 31/1/2025 സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക. ഈ 2 ഫീൽഡും എൻ്റർ ചെയ്ത ശേഷം ജനറേറ്റ് ആൻഡ് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്കൊരു ഡയലോഗ് ബോക്സ് കാണാൻ കഴിയും. ഡു യു വാണ്ട് ടു ജനറേറ്റ് എ കട്ട് ഓഫ് മീറ്റിംഗ് എന്ന ഡയലോഗ് ബോക്സ്. അതിൽ എസ് അമർത്തുക. അപ്പോൾ കട്ട് ഓഫ് ചെയ്യാനുള്ള മെയിൻ മെനു നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കട്ട് ഓഫ് മെയിൻ മെനുവിൽ മെമ്പർ ട്രാൻസാക്ഷൻ, ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ, വ്യൂ റെഫറൻസ് ഡാറ്റ എന്നീ 3 മെയിൻ ഹെഡുകളാണ് ഉള്ളത്. അതിൽ നമുക്ക് മെമ്പർ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാം. കട്ട് ഓഫ് ഡാറ്റ എൻട്രി ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനായി അയൽക്കൂട്ടങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത ഡാറ്റ ഉപയോഗിച്ചാണ് ഡാറ്റ എൻട്രി ചെയ്യാൻ പോകുന്നത്. മെമ്പർ ട്രാൻസാക്ഷൻ എന്ന മെയിൻ ഹെഡിൽ 6 സബ് ഹെഡുകളാണുള്ളത്. ആദ്യത്തെ സബ് ഹെഡായ അറ്റൻഡൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അറ്റൻഡൻസ് എന്ന ഫീൽഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ അയൽക്കൂട്ടത്തിലെ എല്ലാ അംഗങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ അംഗത്തിൻ്റെയും റൈറ്റ് സൈഡിലുള്ള ബോക്സിലാണ് കട്ട് ഓഫ് അറ്റൻഡൻസ് എൻ്റർ ചെയ്യേണ്ടത്. അയൽക്കൂട്ടത്തിലെ ഓരോ അംഗവും അയൽക്കൂട്ടത്തിൽ അംഗത്വം എടുത്തത് മുതൽ 31/1/2025 വരെ എത്ര അയൽക്കൂട്ട യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ള ഡാറ്റയാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. മുഴുവൻ അംഗങ്ങളുടെയും അറ്റൻഡൻസ് രേഖപ്പെടുത്തിയ ശേഷം സേവ് ബട്ടൺ അമർത്തുക. അതിനുശേഷം ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന ഡയലോഗ് ബോക്സ് കാണും. അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് മെയിൻ മെനുവിലേക്ക് പോകാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സേവിങ്സ് എന്ന സബ് ഹെഡിലെ ഡാറ്റ എൻട്രിയാണ്. സേവിങ്സ് എന്ന സബ് ഹെഡ് പ്രസ് ചെയ്യുമ്പോൾ അയൽക്കൂട്ടത്തിലെ ഓരോ അംഗത്തിൻ്റെയും കമ്പൽസറി സേവിങ്സ്, വോളണ്ടറി സേവിങ്സ് എന്നിങ്ങനെ എൻട്രി ചെയ്യുവാനുള്ള ഫീൽഡാണ് ഉള്ളത്. കമ്പൽസറി സേവിംഗ് എന്ന ഹെഡിൽ ഓരോ അംഗത്തിൻ്റെയും 31/1/2025 വരെയുള്ള അയൽക്കൂട്ട സമ്പാദ്യമാണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് അയൽക്കൂട്ടത്തിലെ ഓരോ അംഗവും ഓരോ അയൽക്കൂട്ട യോഗത്തിൽ നിർബന്ധമായി നൽകുന്ന സമ്പാദ്യം. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനു വേണ്ടി 3 അയൽക്കൂട്ട അംഗങ്ങളുടെ മാത്രം ഞാൻ എൻട്രി ചെയ്യുന്നുള്ളൂ.
പക്ഷേ കട്ട് ഓഫ് ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ എല്ലാ അംഗത്തിൻ്റെയും ഡാറ്റകൾ നൽകേണ്ടതാണ്. കമ്പൽസറി സേവിങ്സിന് ശേഷം വോളണ്ടറി സേവിങ്സ് എന്ന ഫീൽഡ് എൻ്റർ ചെയ്യേണ്ടത് എങ്ങനെയെന്നാൽ അയൽക്കൂട്ടത്തിൻ്റെ സ്വമേധയാ ഉള്ള ആവശ്യങ്ങൾക്കായി അയൽക്കൂട്ട അംഗങ്ങൾ സമാഹരിക്കുന്ന സമ്പാദ്യമാണ് ഇവിടെ നൽകേണ്ടത്. ഉദാഹരണം, സ്നേഹനിധി, മാസവരി തുടങ്ങിയ സമ്പാദ്യ ശേഖരണ വിവരങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തു നൽകാം. ഈ രണ്ട് ഫീൽഡിൽ നമുക്ക് ആവശ്യമുള്ളത് എൻ്റർ ചെയ്ത ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് വീണ്ടും മെമ്പർ ട്രാൻസാക്ഷനിലേക്ക് പോകുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മെമ്പർ ക്ലോസ്ഡ് ലോണും മെമ്പർ ആക്റ്റീവ് ലോൺ എന്നീ 2 സബ് ഹെഡുകളാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.